ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, രാത്രിയും പകലും പോലെ ഉറക്കവും ഉണർന്നിരിക്കുന്നതും മനുഷ്യജീവിതത്തിൻ്റെ ഭാഗങ്ങളാണ്. മനുഷ്യജീവിതത്തിൻ്റെ മൂന്നിലൊന്ന് ഉറക്കത്തിലാണ് മനുഷ്യൻ കഴിക്കുന്നതെന്ന് നമുക്കറിയാം. പ്രതിദിനം കുറഞ്ഞത് 8 മണിക്കൂറെങ്കിലും ഉറങ്ങണമെന്ന് ശാസ്ത്രജ്ഞന്മാർ നിർബന്ധിക്കുന്നു. എന്നാൽ ഏറ്റവും കുറഞ്ഞത് 6 മണിക്കൂറെങ്കിലും ഒരാൾ ഉറങ്ങണമെന്നാണ് ആരോഗ്യശാസ്ത്രം പ്രതിപാദിക്കുന്നത്. പക്ഷേ ഉറക്കമില്ലായ്മ അനേകരെ അലട്ടുമ്പോൾ കൂടുതൽ അനേകർക്ക് അപകടം സൃഷ്ടിക്കുന്നു. ഉറക്കം വരാത്തതിന് ഉറക്ക ഗുളികകൾ കഴിച്ചും മറ്റ് ചികിത്സാക്രമങ്ങളൊക്കെയും ചെയ്തും ഉറക്കം വരുത്തുവാൻ കഴിയും. എന്നാൽ ഉറക്കത്തെ എപ്പോഴും ആശ്രയിച്ചുകൊണ്ട് മറ്റൊന്നും ചെയ്യുവാൻ കൂട്ടാക്കാതെ അനുദിന ജീവിതത്തിൽ മുൻപോട്ട് പോകുവാൻ ആവശ്യമായ ഘടകങ്ങൾ പ്രാവർത്തികമാക്കാതെ ഉറക്കം മാത്രം ആശ്രയിക്കുന്നതും അപകടകരമായ കാര്യമാണ്. അങ്ങനെ സദാ ഉറക്കം ആഗ്രഹിക്കുന്നവരെ മടിയന്മാരെന്ന് തിരുവചനം വിശേഷിപ്പിക്കുന്നുണ്ട്. കാരണം ഉറങ്ങേണ്ടതിന് സമയം നിശ്ചയിച്ചിട്ടുണ്ട്, ഉറങ്ങേണ്ടുന്ന കാലാവധിയുണ്ട്. ഉറക്കത്തെ മാത്രം ശരണപ്പെട്ടുകൊണ്ട് മുൻപോട്ട് പോകുന്നവരെക്കുറിച്ച് ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ പിതാവ് സദൃശവാക്യങ്ങൾ 6-ാം അധ്യായം 9-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: മടിയ, നീ എത്ര നേരം കിടന്നുറങ്ങും? എപ്പോൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കും? ഇങ്ങനെ നിശ്ചിത സമയത്തിനുപരിയായി ഉറങ്ങുന്നവരെ ശലോമോൻ വിളിക്കുന്നത് മടിയ എന്നാണ്. നീ എത്ര നേരമാണ് ഇങ്ങനെ കിടന്നുറങ്ങുവാൻ പോകുന്നത്? കാരണം ഉറക്കം രാത്രിയുടെ ഇരുട്ടിൻ്റേതായിട്ടുള്ള അവസ്ഥയിൽ ഉള്ള ഒരു കാര്യമാണ്. ലോകമെല്ലാം ഉറങ്ങുന്ന അപ്പോഴാണ്. എന്നാൽ അതിലുപരിയായി വീണ്ടും ഇരുൾ മാറി വെളിച്ചം വീശുമ്പോഴും ഉറക്കം തുടരുന്ന വ്യക്തികൾ അനുദിന ജീവിതത്തിലെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുവാൻ കൂട്ടാക്കാതെ വീണ്ടും വീണ്ടും കിടക്കയിലേക്ക് മറിയുന്നവരെ ശലോമോൻ പിതാവ് വളരെ വ്യക്തമായി വിമർശിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ 10-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും: കുറേ കൂടി ഉറക്കം, കുറേ കൂടി മയക്കം, കുറേ കൂടി കൈകെട്ടിക്കിടപ്പ്. അതെ, കുറേ കൂടി ഉറക്കം മതിയാകാതെ കുറച്ചുകൂടി ഉറങ്ങണം എന്നുള്ള ആ ഒരു ധാരണയിൽ കിടക്കുന്നവർ, മയങ്ങിക്കിടക്കുന്നവർ, പൂർണ്ണമായി ഉറങ്ങുകയല്ല, മയക്കത്തിൽ കിടക്കുന്നവർ, അതോടൊപ്പം കൈകെട്ടിക്കൊണ്ട് നിശ്ചലരായി പകലിൽ അധ്വാനിക്കേണ്ട കൈകൾ ചുമ്മാതെ കെട്ടിക്കിടന്ന് ഉറങ്ങുന്ന അവസ്ഥ, അത് മടിയന്മാരുടെ ലക്ഷണമായിട്ടാണ് ഇവിടെ ശലോമോൻ പിതാവ് ചിത്രീകരിക്കുന്നത്. So we find people sleeping. Actually sleep takes away 1/3 of our human life, because scientists say that we need 8 hours of sleep per day and at least 6 hours of sleep. But we find there are people who doesn't get proper sleep, so they take sedatives so that they can sleep. But we also find people who simply want to sleep. They do not want to work at all. They are lazy. So Solomon calls them, they are lazy. How long will you be there, you lazy person? That's a question. How long will you lie there, you lazy person? You find that in Proverbs chapter 6 verse 9. When will you get up from your sleep? That's what Solomon asks. How long will you lie there? And he calls them lazy people
who do not wake up early, who are not bothered to work, continuing to sleep in spite of the great responsibilities they have, not caring for them. So, he expects people to wake up at the right time. You see, many a time we find people waking up late. And then when they wake up late, everything about them also gets late. For example, if you get up late, then you don't have time to pray. Because you are in a hurry, you are already late, and you need to make up for the time to reach your office in time, to go to school in time, and also for other activities, you need to find time. So, the first thing is that you will try to gain time by not praying. So, when you wake up late or when you make it a habit to sleep for more than the sleeping time, lying lazily, remember, the first thing that is going to be hampered is your relationship with God. Satan uses sleep as an effective weapon to slow down the people of God. It's true that the human body needs rest. It's weary and weak. But when we are agile, when you are awake, and when we do the work of God, we need to put away our sleep. Many a time, I find people, when they work with me, they are made useless by Satan by putting them on to sleep. Very sleepy. So, if we want to really work for God, it doesn't mean that you should not sleep. You can sleep. But you should not oversleep. നാം ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാനും പ്രവർത്തിക്കുവാനും കഴിയണം. ശരീരത്തിന് ക്ഷീണമുണ്ട്, മറ്റ് പ്രയത്നങ്ങളാൽ ശരീരത്തിന് വിശ്രമം ആവശ്യമുണ്ട്, എല്ലാം ശരിയാണ്. എന്നാൽ നമ്മുടെ ഉറക്കം നമ്മെ വിഴുങ്ങിക്കളയുവാനിടയാകാതെ ശാരീരിക ക്ഷീണത്തിന് പരിധി നിർണയിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിന് പരിപൂർണമായ വിശ്രമം നൽകുവാൻ തക്കവണ്ണം ആവശ്യമായ ഉറക്കം അനുവദനീയമാണ്. കർത്താവ് ഗെത്സമനയിൽ തൻ്റെ അവസാന രാത്രി കഴിക്കുമ്പോൾ ശിഷ്യന്മാരോട് പ്രാർത്ഥിക്കുവാൻ കൽപ്പിച്ചു. എന്നാൽ താൻ തിരികെ വന്നപ്പോൾ അവരെല്ലാം ഉറങ്ങുന്നവരായിട്ടാണ് താൻ കാണുന്നത്. ഒരു നാഴിക നേരം പോലും നിങ്ങൾക്ക് എനിക്ക് വേണ്ടി ഉണർന്നിരിക്കുവാൻ കഴിയുന്നില്ല എന്നാണ് കർത്താവ് ചോദിക്കുന്നത്. അപ്പോൾ ഉറക്കമുണ്ട്, നാം ഉറങ്ങണം. എന്നാൽ ഉണർന്നിരിക്കേണ്ട സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. പ്രാർത്ഥിക്കേണ്ട സന്ദർഭങ്ങളിൽ നാം ഉണർന്നിരുന്നേ മതിയാവുകയുള്ളൂ. അവിടെ ഉറക്കത്തിൻ്റെ 6 മണിക്കൂർ നിയമമോ 8 മണിക്കൂർ നിയമമോ ബാധകമല്ല. അധികാലത്ത് ഉണരേണ്ട സന്ദർഭങ്ങളുണ്ട്. ലോകം ഉറങ്ങുമ്പോൾ സൂര്യോദയത്തിന് മുൻപ് ഉണർന്ന് ദൈവത്തെ സ്തുതിക്കേണ്ട, ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ട, ദൈവസന്നിധിയിൽ ഇരിക്കേണ്ട സാഹചര്യങ്ങളുണ്ടാകും. അപ്പോൾ നാം ഉണരുവാൻ തയ്യാറാകണം. കാരണം ഉറക്കത്തിൻ്റെ പരമോന്നതമായ അവസ്ഥയെത്തുന്നത് നന്നായി രാവിലെയാണ്. അപ്പോൾ ഉണരുന്നത് പ്രയാസമുള്ള കാര്യമാണ്. എന്നാൽ ദൈവവുമായുള്ള ബന്ധത്തിന് ഏറ്റവും അനുയോജ്യമായ സമയവും അതാണ്. കാരണം ലോകം ഉറങ്ങുകയാണ്. മറ്റ് യാതൊരു വിധത്തിലുള്ള ശബ്ദങ്ങളോ മറ്റ്
മനുഷ്യരുടേതായിട്ടുള്ള സംഭാഷണങ്ങളോ ഉപദ്രവങ്ങളോ ഇടപെടലുകളോ ഒന്നുമില്ലാതെ സ്വതന്ത്രമായി ഇരിപ്പാൻ തക്കതിനുവണ്ണം ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്വയം സമർപ്പിക്കുവാൻ തക്കവണ്ണം ഏറ്റവും നല്ല സമയം അധികാലത്താണ്. അതോടൊപ്പം തന്നെ ഉറങ്ങുവാൻ ഏറ്റവും പറ്റിയ സമയവും അധികാലത്താണ്. ഇപ്രകാരം ഉറക്കമില്ലാതെ അല്ല, ഉറങ്ങിയിട്ടും അധികാലത്ത് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനെ 63 സങ്കീർത്തനം 1 വാക്യത്തിൽ കാണുവാൻ കഴിയും. It's not that we should not sleep. We have to make some sacrifices for our sleep, to be with the Lord, to pray to Him. You see, we have to find gaps of time to be with the Lord. And people of God, they do not uphold the principles of sleep because they will awake and they will keep themselves awake in prayer in the times where they are expected to sleep. Early morning, we find everybody sleeping conveniently and comfortably. But we find men of God waking up early in the morning, breaking their sleep to be with the Lord when the world is silent. So, our sleep cycle may be broken, but our relationship with God will be enhanced and established when we cut our sleep and be in His presence. ആത്മീയ യാത്രയിൽ അത്യുന്നതനായ ദൈവവുമായിട്ടുള്ള ബന്ധം സുദൃഢമാക്കുവാൻ നമുക്ക് കഴിയണമെങ്കിൽ ഉറക്കത്തെക്കുറിച്ച് നമുക്കുള്ള ലോകസങ്കല്പങ്ങൾക്ക് അല്പം വ്യതിയാനം വരുത്തേണ്ടിയിരിക്കുന്നു. നാം കർത്താവിൻ്റെ ജീവിതം പരിശോധിക്കുമ്പോൾ അവൻ രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചതായിട്ട് കാണുവാനായിട്ട് കഴിയും. അവിടെ ഉറക്കത്തിന് സ്ഥാനമില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തൻ്റെ ഭൂമിയിലുള്ള അവസാന രാത്രിയിൽ തൻ്റെ ശിഷ്യന്മാരോട് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ പറയും. ലോകം ഉറങ്ങുമ്പോൾ ഒരു ദൈവത്തിൻ്റെ പൈതൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്നതിന് സ്വർഗത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. ദൈവത്തിനുള്ള പ്രവർത്തനങ്ങൾക്ക് പലപ്പോഴും ഈ ഉറക്കം വിലങ്ങുതടിയാണ്. അതുകൊണ്ട് സമ്പൂർണ്ണമായിട്ട് ഉറങ്ങരുതെന്നല്ല, പിന്നെയോ ഉറക്കം കൊണ്ട് ദൈവിക പ്രവർത്തനങ്ങൾക്ക് ഭംഗം വരരുത്. It's not that we should sleep, but in our spiritual walk, we have to make sacrifices in our sleep cycle. We find Jesus praying the whole night. So, sleep has no place in His work in this world. Everyday night He may not have kept awake, but we find instances where He was keeping Himself awake in the night. So, a child of God should decide to make sacrifices to work for God by making gaps in their sleep cycle. It is absolutely necessary that we should be able to pray, and we can pray in the night only if we keep awake. Many a time we pray half asleep. Such prayers have no validity before God. So we need to be awake and alert to pray, which means we have to definitely find a break in our sleep cycle. So the 8-hour sleep
or the 6 hours sleep may be hampered. But our relationship with God can be established and can be fortified only when we increase our prayer time. And this prayer time is of paramount importance, and that importance should be considered only during the nights, because in the day everybody is busy, and only when we retire in the night we have time to sleep, and when we take time of that sleep, only then we can pray. But many of us pray in the night but half asleep. Such prayers have no validity before God. Many of us have so much of prayer needs, but we cannot make a sacrifice to sit awake and pray in the night. നമുക്കൊക്കെയും പല ആവശ്യങ്ങളുണ്ട്, പക്ഷേ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ല. നാം പ്രാർത്ഥിക്കുന്നുണ്ട്, അത് ഒരു മയക്ക പ്രാർത്ഥനയാണ്. പലരും പ്രാർത്ഥിക്കുന്നത് മയക്കത്തിലാണ്. പൂർണ്ണ ഉണർവോടെ, ഉന്മേഷത്തോടെ, ഉത്തേജനത്തോടെ പ്രാർത്ഥിക്കുവാൻ അനേകർക്ക് കഴിയാറില്ല. കാരണം ഉറക്കം അവരുടെ പ്രാർത്ഥനയെ കെടുത്തിക്കളയുകയാണ്. ദാവീദ് രാജാവിൻ്റെ പ്രാർത്ഥന നമുക്ക് മാതൃകയാകണം. 63 സങ്കീർത്തനം 1 വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയും, എൻ്റെ ദൈവമേ, നീ എൻ്റെ ദൈവം ആകുന്നു, അതിരാവിലെ ഞാൻ നിന്നെ അന്വേഷിക്കും. തൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വിഷമം നിറഞ്ഞ സന്ദർഭത്തിൽ എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട് ഏകാഗിയായിട്ട് തീർന്ന അവസ്ഥയിൽ താൻ പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ ദൈവമേ, നീ എൻ്റെ ദൈവം ആകുന്നു, അതിരാവിലെ ഞാൻ നിന്നെ അന്വേഷിക്കും. നന്നായി ഇരുട്ടുള്ളപ്പോൾ, ലോകമുറങ്ങുമ്പോൾ ഞാൻ ലോകത്തിൻ്റേതായിട്ടുള്ള നിലവാരമനുസരിച്ച്, ആരോഗ്യപരമായ ഉപദേശമനുസരിച്ച് ഉറങ്ങേണ്ട 8 മണിക്കൂർ ഉറക്ക സമയത്ത് ഞാൻ ഉണരും അതിരാവിലെ, എന്നിട്ട് നിന്നെ അന്വേഷിക്കും. ഈ അതിരാവിലെ ഉണരേണ്ട, ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ട ആവശ്യം എന്തായിരുന്നു? താൻ രാജധാനിയൊക്കെ വിട്ട് ഓടിപ്പോവുകയാണ്, പലായനം ചെയ്യുകയാണ്. തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വേദനാജനകമായ ഒരു മുഹൂർത്തമായിരുന്നു അത്. താൻ സ്നേഹിച്ച് ലാളിച്ച് വളർത്തിയ ഓമനപുത്രനായ അബ്ശാലോം അവൻ രാജ്യം പിടിച്ചടക്കി. അവൻ സ്വയം രാജാവായിട്ട് പ്രഖ്യാപിച്ചു എന്ന് മാത്രമല്ല, ദാവീദിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ദാവീദ് തൻ്റെ രാജധാനി വിട്ട്, യെരുശലേം വിട്ട് നിലവിളിച്ചുകൊണ്ട് ഓടുകയാണ്. അവൻ യഹൂദ മരുഭൂമിയിലേക്ക് കടന്നു വന്നു. എന്നിട്ട് അധികാലത്ത് ഉണർന്ന് ദാവീദ് പ്രാർത്ഥിക്കുകയാണ്. അതാണ് ആ പ്രാർത്ഥനയുടെ സന്ദർഭം. എൻ്റെ ദൈവമേ, നീ എൻ്റെ ദൈവം, അധികാലത്ത് ഞാൻ നിന്നെ അന്വേഷിക്കും. എൻ്റെ ഉറക്കത്തിന് ഞാൻ ഭംഗം വരുത്തിക്കൊണ്ടാണ് എൻ്റെ ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ പിടിച്ചു പറ്റുവാൻ തക്കതിന് വണ്ണം ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നത്, ഞാൻ നിന്നെ അന്വേഷിക്കുന്നത്. So we see how important prayer is when we look into the life of David. David lost his kingdom. His son Absalom rebelled against him, anointed himself as the king, and declared a war against David. And David runs away crying out. And when he reached the Judean desert, he prays, "O God, thou art my God, early will I seek thee." So David is not tired in spite of the great journey. He is not bothered about all the happenings
in Jerusalem, but he makes sure that he is seeking God early in the morning. Because that's the best time to reach God. That's why he prays, "O God, thou art my God, early will I seek thee." Seeking God early is a great privilege. Because we start our life with God. When the world sleeps, we are awake. There is no hurry. There is no hustle and bustle. You are alone at the feet of the Lord. And then you cry out to him, "Thou art my God." And when you seek him, God will answer you. ദാവീദിൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകി. അത്യത്ഭുതകരമാവണ്ണം അതേ അബ്ശാലോം കൊല്ലപ്പെടുകയാണ്. ദാവീദ് വീണ്ടും യെരൂശലേമിലേക്ക് മടങ്ങി അതിൻ്റെ രാജ്യത്വം ഏറ്റെടുത്തുകൊണ്ട് വീണ്ടും രാജാവായിട്ട് തുടരുകയാണ്. എൻ്റെയും നിങ്ങളുടെയും ആത്മീയ ജീവിതത്തിൽ നാം പലവിധമായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നേരിടുമ്പോൾ നമ്മുടെ പ്രാർത്ഥനാ സമയങ്ങൾക്ക് വ്യതിയാനം വരുത്തുവാൻ നമുക്ക് കഴിയുമോ? നമ്മൾ രാവിലെ ഉണരുമ്പോൾ ഒരു പ്രാർത്ഥന, രാത്രിയിൽ കിടക്കുമ്പോൾ ഒരു പ്രാർത്ഥന എന്നതിൽ കവിഞ്ഞ് രാത്രിയിൽ കിടക്കുമ്പോൾ ആ പ്രാർത്ഥനാ സമയം വർദ്ധിപ്പിച്ച് ഉറക്ക സമയം കുറയ്ക്കുവാൻ നമുക്ക് കഴിയുമോ? അധികാലത്ത് ലോകം സുഖസുഷപ്തിയിൽ കിടന്നുറങ്ങുമ്പോൾ നമ്മുടെ ഉറക്കത്തെ വെട്ടിക്കുറച്ച് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ കഴിയുമോ? അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴാണ് അനുഗ്രഹങ്ങളുടേതായിട്ടുള്ള പദവികളിലേക്ക്, പടവുകളിലേക്ക് നമുക്ക് പോകാൻ കഴിയുന്നത്. സോ when we face difficult situations, it's not the nominal prayer that we require. We require to sit at the feet of the Lord and cry out to him. When? During the nights. Jesus has set up a great example for us. We find Jesus going into the wilderness and praying. So, we need to take time away from our sleep. We need to break our sleep cycle and then pray to God when everybody around is sleeping. And the Lord will hear our prayers and our prayers will be answered. David cried out in the wilderness, the Judean wilderness, "O Lord, thou art my God, early will I seek thee." He had lost everything, but he had not lost God. He lost his palaces, he lost his kingdom, he lost his throne, he lost his scepter, everything. But he had that infinite trust in God. And that propelled him to pray to God early in the morning. And we find that the Lord answers him. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് ഉടനടി മറുപടി ലഭിക്കണമെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയുടെ അലകും പിടിയും മാറണം. ദാവീദിനെ പോലെ, "എൻ്റെ ദൈവമേ, നീ എൻ്റെ ദൈവം, അധികാലത്ത് ഞാൻ നിന്നെ അന്വേഷിക്കുമെന്ന്" പറയുകയല്ല, അധികാലത്ത് പ്രാർത്ഥിക്കുവാൻ കഴിയണം. രാത്രിയിൽ പ്രാർത്ഥിക്കുവാൻ കഴിയണം. യേശുവിനെ പോലെ രാത്രി മുഴുവൻ പ്രാർത്ഥിക്കുവാൻ കഴിയണം. യേശുവിനെ പോലെ അധികാരം തുടർന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയണം. പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ ഒരു പുതിയ അധ്യായം നമ്മുടെ ജീവിതത്തിലുണ്ടാകുമ്പോൾ ലോകത്തിൻ്റേതായിട്ടുള്ള ഉറക്കത്തിൻ്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് നാം പ്രവർത്തിക്കുമ്പോഴാണ് ദൈവത്തിന് വേണ്ടി വൻ കാര്യങ്ങൾ പ്രവർത്തിക്കുവാൻ നമുക്ക് കഴിയുന്നത്. അപ്രകാരം നമ്മുടെ ഉറക്കത്തെ മാറ്റിവെച്ചുകൊണ്ട് ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ച് അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹിതയായ ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവാം ദൈവമേ, ഞങ്ങളെ സദാ ബാധിക്കുന്ന ഉറക്കത്തിൽ ഞങ്ങളെ രക്ഷിച്ച് അങ്ങേക്കൂടെ പ്രവർത്തിപ്പാൻ തക്കോണം ഞങ്ങളെ സജ്ജരാക്കണമേ. അവിടുത്തെ നാമം മഹത്വപ്പെടാൻ ഞങ്ങളോട് സഹായിക്കണമേ. ഈ വരം കേട്ട ഓരോരുത്തരും അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു.
ഉത്സാഹത്തോടെ ഉന്മേഷത്തോടെ ഉറക്കത്തെ മാറ്റിവെച്ചുകൊണ്ട് അങ്ങയുടെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുവാനും അവിടുത്തെ അനുഗ്രഹം പ്രാപിക്കുവാനും ഈ വചനം കേട്ട് ഓരോരുത്തരെയും സഹായിക്കണമെന്ന് യേശുനാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയോടെ കേൾക്കുവാനാണമേ. ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.